BJP നേതാവ് സന്ദീപ് വാര്യർ കൂടി പ്രതികരിക്കാനായി ഒപ്പം ചേർന്നുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, താങ്കളും അറിഞ്ഞിരിക്കുമല്ലോ ഇത്തരത്തിൽ ഒരുപക്ഷെ വിദേശകാര്യ മന്ത്രാലയത്തിന് സമാനമായ ഒരു സമാന്തരമായ ഒരു നീക്കം ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? നമ്മുടെ രാജ്യത്തെ ഭരണഘടന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നിർവഹിക്കേണ്ട ചുമതലകൾ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ചില സൂചനകൾ, ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വിദേശ നയം രൂപീകരിക്കേണ്ടതും വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ പാലിക്കേണ്ടതും അത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതും പൂർണ്ണമായും അത് കേന്ദ്ര സർക്കാരിന്റെ ചുമതലയാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് വിദേശ നയങ്ങളിൽ തീരുമാനമെടുക്കാനോ വിദേശ രാഷ്ട്രങ്ങളുമായി നേരിട്ട് ഇടപെടാനോ വിദേശ എംബസികളുമായോ വിദേശ നയതന്ത്ര സ്ഥാപനങ്ങളുമായോ നേരിട്ട് ബന്ധമുണ്ടാക്കാനോ ഒരു തരത്തിലുള്ള അനുവാദവും നമ്മുടെ ഭരണഘടന കൊടുക്കുന്നില്ല. ഇവിടെ കേരളം കഴിഞ്ഞ കുറെ കാലമായി ഈ ഭരണഘടന നൽകുന്ന അല്ലെങ്കിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം അതിലംഘിച്ചുകൊണ്ട് വിദേശ രാഷ്ട്രങ്ങളുമായി നേരിട്ട് ബന്ധം പുലർത്താനും വിദേശ നയതന്ത്ര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്താനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരളം ഒരു പ്രത്യേക രാജ്യമാണ് എന്ന ഒരു തോന്നലിലാണ് ഈ കേരളത്തിലെ സർക്കാർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുന്നത്? അപ്പോൾ കേരളത്തിന് എന്തിനാണ് ഒരു വിദേശകാര്യ സെക്രട്ടറി? കേരളത്തിന് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ഒരു IAS ഉദ്യോഗസ്ഥയെ പിടിച്ച് കേരളത്തിന്റെ വിദേശകാര്യ സെക്രട്ടറിയായി വെക്കിയത് കേട്ടുകേൾവിയില്ലാത്തതല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നാളെ ഇതുപോലെ തുടർന്നാൽ നമുക്ക് എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക? കേരളത്തിന് ഒരു വിദേശകാര്യ സെക്രട്ടറിയുടെ ആവശ്യമില്ല. കേരളത്തിലെ സർക്കാർ ചെയ്യേണ്ടത് കേരളത്തിലെ ആഭ്യന്തര കാര്യങ്ങളും സംസ്ഥാനത്തെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും സംബന്ധിച്ചിട്ടുള്ള ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതല്ലാതെ കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിൽ കടന്നുകൊണ്ട് ഭരണഘടനയെ അതിലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഒട്ടും ആശാസ്യമല്ല. ഇത് രാജ്യത്ത് വിഘടനവാദ സ്വഭാവത്തിലുള്ള രാഷ്ട്രീയം വളർത്താനാണ് സഹായിക്കുകയുള്ളൂ. അതിനാണ് വാസ്തവത്തിൽ CPM ശ്രമിക്കുന്നത്. ഇവർ നേരത്തെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന മട്ടിൽ സൗത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ മുഴുവൻ ഒരു പ്രത്യേക രാജ്യമാണ് എന്നൊരു നറേറ്റീവ് കൊണ്ടുവരാൻ ശ്രമിച്ചു. അത് മാത്രമല്ല, കേന്ദ്രം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അവഗണിക്കുന്നു എന്നൊരു നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. കേരളത്തെ നിരന്തരമായി അവഗണിക്കുന്നു, ഒറ്റപ്പെടുന്നു എന്ന രീതിയിലൊക്കെ വ്യാജമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്താൻ വേണ്ടി ശ്രമിച്ചു. ഇതൊക്കെ കുറെ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ അപകടകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഇത്തരത്തിൽ രാജ്യത്ത് വിഘടനവാദം ഉയർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നോക്കൂ, കഴിഞ്ഞ ദിവസമാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കർണാടകയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോലും കന്നഡികർക്ക് തൊഴിൽ സംവരണം ഏർപ്പാടാക്കിയത്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തും ഇന്ത്യയിൽ ഏത് പൗരനും ജോലി ചെയ്യാനും ജീവിക്കാനും ഒക്കെ അവകാശമുള്ളപ്പോ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ തന്നെ വളരെ വില കുറഞ്ഞ പ്രാദേശികവാദം ഉന്നയിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് മലയാളികളെ തൊഴിൽ രഹിതരാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോയതാണ്. വലിയ തോതിലുള്ള പ്രതിഷേധം രാജ്യത്തെമ്പാടും ഉണ്ടായത് കൊണ്ടാണ് താൽക്കാലികമായിട്ട് അവരത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിൽ പോലും കോൺഗ്രസിന്റെ നയം ഇതാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയല്ല. അപ്പോൾ CPM-ഉം കോൺഗ്രസും ഒക്കെ രാജ്യത്ത് വിഘടനവാദം ഉയർത്താനും പ്രാദേശികവാദം ഉയർത്താനും തക്കവണ്ണമുള്ള നിലപാടുകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത് ഒരിക്കലും ദേശസ്നേഹികൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നല്ല. വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെ ഉയർന്നു വരും. വളരെയധികം നന്ദി സന്ദീപ് വാര്യർ പ്രതികരിച്ചതിന്.